പാകിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. സുരക്ഷാ സേന സഞ്ചരിച്ച വാഹന വ്യൂഹത്തിലെ ബസ്സിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. 11 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം BLA ഏറ്റെടുത്തു. ബലൂചിസ്ഥാനിലെ നൌഷ്കി ജില്ലയിലാണ് ആക്രമണം നടന്നതെന്ന് പ്രാദേശിക പോലീസ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്ഫോടനത്തിൽ മറ്റൊരു ബസ്സും തകർന്നതായി റിപ്പോർട്ടുണ്ട്. മരിച്ചവരെയും പരിക്കേറ്റവരെയും സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറാൻ അതിർത്തിയായ തഫ്താനിലേക്ക് പോകുകയായിരുന്ന വാഹനവ്യൂഹത്തിൽ 7 ബസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. നോഷ്കിയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ബസ്സുകളിലൊന്നിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തലുകളിൽ വ്യക്തമായിരിക്കുന്നത്. ആക്രമണത്തിൽ ബസ്സിലുണ്ടായിരുന്ന 11 സൈനികർ കൊല്ലപ്പെട്ടതായും 21 സൈനികർക്ക് പരിക്കേറ്റതായുമാണ് പ്രാഥമിക റിപ്പോർട്ട്. ആക്രമണത്തെ ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ബുക്തി അപലപിച്ചു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. തങ്ങളുടെ ആക്രമണത്തിൽ 90 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന BLA അവകാശപ്പെട്ടു. തങ്ങളുടെ പോരാളികൾ മറ്റൊരു ബസ് വളയുകയും ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും വധിക്കുകയും ചെയ്തതായി ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നു. പക്ഷേ പൂർണ്ണമായ മരണനിരക്ക് ഇതുവരെ ഔദ്യോഗികമായി പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പാണ് 400ഓളം യാത്രക്കാരുമായി പോയ ട്രെയിൻ ഹൈജാക്ക് ചെയ്തതിനു ശേഷമുള്ള ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മറ്റൊരു ഭീകരാക്രമണമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതേസമയം എണ്ണയും ധാതുക്കളും കൊണ്ട് സമ്പന്നമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ജനസംഖ്യ തീരെ കുറഞ്ഞതുമായ പ്രവിശ്യയാണ്. ബലൂച്ച് നിവാസികളോട് പാകിസ്ഥാൻ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്നും പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണമെന്നുമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നിരന്തരം ഉയർത്തുന്ന ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.